ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ നോക്കാൻ പോകുന്നത് പഴം പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് കേട്ടോ. അതായത് നേന്ത്രപ്പഴം കൊണ്ട് അടിപൊളിയൊരു പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെയും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനിൽ കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയ നേന്ത്രപ്പഴമായിട്ട് എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും എടുത്താൽ മതി. ഇത് ചെറുതാണ്ട് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ തൊലി കറുത്ത നല്ല പഴുത്ത പഴം ഉണ്ടാവുമല്ലോ, നല്ല പഴുത്തത്, അതെടുക്കരുതിട്ടാ. ഇതുപോലെ തന്നെ പഴം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാനിപ്പോൾ ഇവിടെ ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കുറച്ച് വലിയ പീസാക്കി തന്നെ കട്ട് ചെയ്യുക. ചെറിയ പീസല്ല, കുറച്ച് വലിയ പീസാക്കി തന്നെ കട്ട് ചെയ്യുക. അതുപോലെ ഒരുപാട് അങ്ങോട്ട് പഴുത്ത അളിഞ്ഞ പോലത്തെ പഴം ഉണ്ടാവില്ല, അതെടുക്കാതെ ഇതുപോലത്തെ പഴം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച പഴം മൺചട്ടിക്ക് ഇട്ട് കൊടുക്കും. മൺചട്ടി ഉണ്ടെങ്കിൽ അതിൽ വെക്കാം. നമുക്ക് പുളിശ്ശേരിയൊക്കെ മൺചട്ടിയിൽ വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ്, ഇല്ലെങ്കിൽ സാധാ പാനിലിട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഒരു അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു അര ടീസ്പൂണും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി അധികം ഇടണ്ട, കാരണം നമ്മൾ ഇത് പച്ചമുളക് ചേർക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം 2 പച്ചമുളക് ഇട്ട് കൊടുത്തു, കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് വേവാനായിട്ടുള്ള വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, തന്നെ പഴമല്ലേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കിയിട്ട് ഇത് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇപ്പോൾ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ അടപ്പ് ചട്ടീനാട്ടിയും വലിയ അടപ്പാണ്. ഇതിന് കറക്റ്റ് അടപ്പുണ്ടായത് എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടി 2 ദിവസം മുന്നേ. അപ്പോൾ കുറച്ച് വലിയ അടപ്പാണ്, അടച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ആ ഒരു നേരം കൊണ്ട് നമുക്കൊരു അരപ്പ് ഉണ്ടാക്കണം. അരപ്പിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയൊരു അരമുറി തേങ്ങ ചിരകിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്, നല്ല കട്ട തൈര്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നല്ല ജീരകമാണ് കേട്ടോ. ഒരു അര ടീസ്പൂണോളം നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 3 വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പില കുറച്ച് കൂടുതലിട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില നമ്മൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ ശരീരത്തിന്. നമുക്കത് അടച്ചു വെച്ചിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അരച്ച് കൊണ്ടുവരാം. നമ്മൾ അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ തൈരിൻ്റെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടും, നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിതിവിടെ മാറ്റി വയ്ക്കുക. ഇപ്പം നമ്മളെ പഴക്കഥ കറക്റ്റ് വെന്തിട്ടുണ്ട്. വെന്ത് ഉടയാൻ പാടില്ല കേട്ടോ, ഉടഞ്ഞു പോയില്ല. നമുക്കിതുപോലെ പീസായിട്ട് തന്നെ എടുക്കണം. കണ്ടില്ലേ, ഇത് ഇളക്കി കൊടുത്താൽ കറക്റ്റ് വേവായിട്ടുണ്ട്. ഒന്ന് നമുക്കിങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കണ പോലെ കിട്ടണം. അപ്പോൾ അതിനാണ് നല്ല ഉടഞ്ഞു പോയത് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ അരച്ച് വെച്ച അരപ്പില്ല, അതായത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരപ്പ് ഇനിയും ആ ജാറിൽ ബാക്കിയുണ്ട്. നമുക്കിതൊന്ന് ആദ്യം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ബാക്കി അരപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൽ ബാക്കി അരപ്പുണ്ട്, അപ്പോൾ ഇതാ അത് ഒഴിച്ച് കൊടുക്കണം. പിന്നെ അതുപോലെ ഒരുപാട് ലൂസാക്കരുത്, ഒരു കുറച്ച് കുറുകിയ ടൈപ്പിൽ തന്നെ വേണ്ട. ഒരുപാട് ലൂസാക്കിയാൽ തന്നെ ടേസ്റ്റ് കണ്ട് പോവും. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ജാറിൽ കുറച്ച് അരപ്പും കൂടി ഇനി ബാക്കി ഉണ്ടാവും. അത് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളമല്ല, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കരുത്. ഈ കുറുകിയ ടൈപ്പിലാകുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരുപാട് തിളച്ച് മറിയേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് ചൂടായി കിട്ടിയാൽ മതി. ചെറുതായിട്ട് അങ്ങനെ ചൂട് വരാൻ നമുക്കറിയാലോ. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഉപ്പ് കുറവുണ്ട്. ഉപ്പ് നമ്മൾ പഴം വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തതല്ലേ, അപ്പോൾ നുള്ളിൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴം വേവിക്കുന്ന സമയത്ത് ചെറിയ പൊട്ട് ശർക്കര വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പഴം ഓൾറെഡി മധുരം ഉണ്ടാവും, ശർക്കര ഉണ്ടെങ്കിൽ നുള്ളിൽ പൊട്ട് ചേർക്കാം, അല്ലെങ്കിൽ ചേർക്കണമെന്നൊന്നും നിർബന്ധമില്ല. നമ്മൾ അടച്ച് വെച്ച് അതും സെറ്റായിട്ടുണ്ട്. തിളച്ച് മറിയേണ്ട ആവശ്യമില്ല, തിളക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂട് തട്ടിയാൽ മതി കേട്ടോ. അതിന് ശേഷം പാൻ ചൂടാക്കി, പാൻ ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉണക്കമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മൾ വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ സെറ്റാക്കി വെച്ച പഴം പുളിശ്ശേരിയിലേക്ക് നമുക്ക് ഈ വറവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഈ ഒരു പഴം പുളിശ്ശേരി മാത്രം മതി. ഇനി നേന്ത്രപ്പഴം വാങ്ങുമ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ പൈനാപ്പിൾ പുളിശ്ശേരിയും അതുപോലെ പഴുത്ത മാങ്ങ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കില്ലേ, അതിനൊക്കെ നല്ല ടേസ്റ്റാണ്. ഈ ഒരു കുറുകിയിട്ട് തന്നെ എടുക്കണം കേട്ടോ, ഒരുപാട് ലൂസാക്കരുത്. ഇങ്ങനെ കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. ഒരുപാട് ലൂസാക്കി ആ ഒരു ടേസ്റ്റ്, പുളിശ്ശേരിയുടെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ നല്ല കുറുകി തിക്കായിട്ടുണ്ട്. അതുപോലെ പഴം ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. നമുക്ക് ഇതുപോലെ പീസായി കിട്ടണം കേട്ടോ. നമ്മൾ പഴം കഴിക്കുമ്പോൾ മാമ്പഴ പുളിശ്ശേരിയിലെ മാങ്ങ എടുത്ത് കഴിക്കില്ല, ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഇതൊരു പപ്പടം മാത്രം മതി. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത്ര നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.